ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യണത് ശിവരാത്രി ദിവസമാണ്, അതായത് 26th ഫെബ്രുവരി. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ നീച്ച് അമ്പലത്തിൽ പോകാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ പോയി, പക്ഷെ ഒരുപാട് ലൈൻ. അപ്പോൾ പുറത്തുനിന്ന് തന്നെ പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോന്നു, കാരണം എനിക്ക് ലോഗിനും കൂടി ചെയ്യാനുള്ളതാണ്. പിന്നെ വഴിയിൽ രാവിലെ 8 മണി മുതൽ തന്നെ നമ്മുടെ ഈ പൂരപ്പറമ്പിലൊക്കെ ഇങ്ങനെ കാണില്ലേ കുറേ സ്റ്റോളുകൾ, അതുപോലെ രാവിലെ 8 മണിക്ക് തന്നെ തുടങ്ങിയിരുന്നു അവിടെ. ഞാൻ കണ്ടിട്ട് അതിശയപ്പെട്ടു. ഞാൻ ഇന്ന് തീരുമാനിച്ചു, ഇന്ന് എൻ്റെ പൈസ കണക്കാണ് എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം ഒരു റൗണ്ട് കൂടി അടിക്കണം, കാരണം എല്ലാവരും വെച്ച് തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ രാവിലെ. അപ്പോൾ തന്നെ ഞാനൊരു 3-4 ഐറ്റം വാങ്ങി. 150 റുപ്പീസ് വരെ രാവിലെ തന്നെ പോയിട്ടുണ്ട്. ഇനി വൈകുന്നേരം പോയാൽ എന്താണെന്നാവോ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണോ? ഞങ്ങളിവിടെ എല്ലാവരും സുഖമാണ് കേട്ടോ. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോൾ അടുത്തിടയ്ക്ക് ഒരു സ്റ്റോറി കേട്ടു. ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ വസൈ ഏരിയയിലാണ് താമസിക്കുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ വസൈ സ്റ്റേഷനിൽ അവിടുത്തെ ഒരു സ്റ്റോറി കേട്ടതാണ്. അപ്പോൾ അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു ഹൊറർ സ്റ്റോറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഫുൾ വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. രസമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ സ്റ്റോറി ദേവ് ആൻഡ് അങ്കിത എന്ന് പറയുന്ന ഒരു കപ്പിളിൻ്റെ സ്റ്റോറിയാണ്. ഓക്കെ, അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. ദേവ് എന്ന പയ്യൻ വർക്കിംഗ് ആണ്. അപ്പോൾ ആ പയ്യൻ എന്നും ലോക്കൽ ട്രെയിൻ, ഇവിടെ മുംബൈയിൽ ലോക്കൽ ട്രെയിൻസ് ആണ് കേട്ടോ. അപ്പോൾ ലോക്കൽ ട്രെയിൻസിലാണ് യാത്ര ചെയ്യുക വിരാർ വരെ. വസൈ കഴിഞ്ഞിട്ടാണ് വിരാർ എന്ന് പറയുന്ന സ്റ്റോപ്പ് വരുന്നത്. അപ്പോൾ വിരാർ വരെ ട്രാവൽ ചെയ്യുന്ന ഒരു പയ്യനാണത്. അപ്പോൾ എല്ലാ ദിവസവും ആ പയ്യൻ ഏകദേശം ഒരേ സമയത്ത് ട്രെയിനിൽ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ ആ പയ്യൻ കയറിയ ട്രെയിനിൻ്റെ കോച്ച് ഉണ്ടല്ലോ, ആ കോച്ചിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ ഇരുന്ന് കരയണത് കണ്ടു. അപ്പോൾ അങ്ങനെ 1-2 ദിവസം ആ പയ്യൻ ശ്രദ്ധിച്ചു. പക്ഷെ ആ പയ്യൻ അത്ര മൈൻഡ് ആക്കിയില്ല. കാരണം ആ പെൺകുട്ടിയോട് ഇപ്പോൾ പോയി ചോദിച്ചാൽ ആ പെൺകുട്ടി കംഫർട്ടബിൾ ആവുമോ, ആ കുട്ടിക്ക് എംബാരസിങ് ഫീൽ ആവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ പയ്യൻ അങ്ങനെ പോയി ചോദിച്ചില്ല എന്താ സംഭവം എന്നുള്ളതൊന്നും. പിന്നെ അങ്ങനെ 3-4 ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ്ലി ആ പെൺകുട്ടി ഇങ്ങനെ കരയണതായിട്ട് സെയിം ടൈമിൽ ഇവർ ട്രെയിനിൽ കണ്ടുമുട്ടും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ആ പയ്യൻ ചോദിച്ചു, എന്തെങ്കിലും ഹെൽപ്പ് വേണോ, എന്താണ് സംഭവം, നിങ്ങൾ എന്തിനങ്ങനെ കരയണ് എന്നൊക്കെ ഉള്ളത് പോയി ഒന്ന് ചോദിച്ചു. ഒരു ഹ്യൂമാനിറ്റി ബേസിസിൽ പോയി ചോദിച്ചു എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നുള്ളത്. അപ്പോൾ ആ പെൺകുട്ടിയുടെ പേരായിരുന്നു അങ്കിത. ആ പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ആക്ച്വലി 4 ദിവസം മുന്നേ എൻ്റെ ബോയ് ഫ്രണ്ട് ഇങ്ങനെ മരിച്ചു എന്നുള്ളത്. പിന്നെ ഈ ട്രെയിനിൽ തന്നെയാണ് വീണ് മരിച്ചതെന്നുള്ളത് അങ്ങനെ ആ പെൺകുട്ടി പറഞ്ഞു. പിന്നെ അതിന് ശേഷം എനിക്ക് ജീവിക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് മരിക്കണം എന്നുണ്ട്, പക്ഷേ എനിക്ക് മരിക്കാൻ സഹായിക്കണില്ല, എനിക്ക് ട്രെയിനിൽ നിന്ന് ചാടാനുള്ള ധൈര്യം കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി ഒരുപാട് കരയുണ്ടായിരുന്നു. അപ്പോൾ ഈ ദേവ് എന്ന പയ്യൻ ആ കുട്ടീനെ സമാധാനിപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു എന്നുണ്ടെങ്കിൽ നീ മൂവ് ഓൺ ചെയ്യണം, നീ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിലേക്ക് ബിസി ആവണം, എന്നാലാണ് മൈൻഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടീനെ കൺസോൾ ചെയ്തു. പിന്നെ അവർ എല്ലാ ദിവസവും ഇങ്ങനെ ട്രെയിനിൽ കണ്ടുമുട്ടാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി. പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫ്രണ്ട്സായി. എല്ലാ ദിവസവും കോൺസ്റ്റൻ്റ്ലി അവർ കാണുകയാണല്ലോ. പിന്നെ നല്ല ഫ്രണ്ട്സായി. ഒരു ദിവസം ദേവ് ഇങ്ങനെ ആ കുട്ടിയോട് പറഞ്ഞു നോക്കി, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് തോന്നുന്നു, നിനക്ക് താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. നിനക്ക് എൻ്റെ വീട്ടിലേക്ക് വന്ന് സംസാരിക്കാനൊക്കെ പറ്റുമോ, കാണാൻ പറ്റുമോ എന്നൊക്കെയുള്ള അങ്ങനെയുള്ളൊരു ടോപ്പിക്ക് അവർ തുടങ്ങി. അങ്ങനെ സംസാരിച്ചു. അപ്പോൾ അങ്കിത പറഞ്ഞു, ദേവിന് എന്നെ കല്യാണം കഴിക്കാനാണോ എന്നൊക്കെ ചോദിച്ചു. ശരിക്കും ആണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ദേവ് അതെ, ഞാൻ സീരിയസ് ആണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്കിത പറഞ്ഞു, നിനക്ക് അങ്ങനെ എൻ്റെ കൂടെ ജീവിതകാലം ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിനക്ക് മരിക്കേണ്ടി വരും. ദാറ്റ് മീൻസ് അങ്കിത എന്ന് പറയുന്ന വ്യക്തി ശരിക്കും ഒരു ഹ്യൂമൻ ബീങ് അല്ല, അവരൊരു സോളായിരുന്നു. പക്ഷേ ദേവ് വിചാരിച്ചു ഇതെന്ത് മണ്ടത്തര ഇവൾ പറയണത്, ഇതെന്ത് പൊട്ടത്തരാണെന്നൊക്കെ വിചാരിച്ചിട്ട് ദേവ് അത് ഇഗ്നോർ ചെയ്തു. നീ എന്താ തമാശയ്ക്കാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവ് അത് ഇഗ്നോർ ചെയ്തു. പിന്നെ ദേവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവനോട് ദേവ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയണതാണ്, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങളും ദേവ് അവൻ്റെ ഫ്രണ്ടായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവ് അങ്ങനെ ഈ സ്റ്റോറി എല്ലാതും അവൻ്റെ ഫ്രണ്ടായിട്ട് ഷെയർ ചെയ്തിരുന്നു.
പിന്നെ അവൻ്റെ ഫ്രണ്ട് പറഞ്ഞു, നീ ഇന്ന് എന്നെയും കൂടി മീറ്റ് ചെയ്യിപ്പിക്കുക, അങ്കിത്തേനെ ഞാനും പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി സംസാരിച്ചു. അപ്പോൾ ദേവിൻ്റെ ഫ്രണ്ട് ഒരു പുതിയ ജോലി മാറുക അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാനും ഒരു ദിവസം മീറ്റ് ചെയ്യുക, കാരണം കുറച്ച് ദിവസം കഴിഞ്ഞാൽ എൻ്റെ അതേ ടൈമിംഗ് ആണ് ആവാൻ പോകുന്നത്, അപ്പോൾ നമുക്ക് ഒരുമിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ അങ്കിത്തേനെ മീറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അവർ ദേവിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു പെൺകുട്ടി കരയണത് കണ്ടു. പിന്നെ ഇങ്ങനെ ചോദിച്ചു, ഇവൻ ദേവിൻ്റെ ഫ്രണ്ട് അപ്പ് ഫ്രണ്ട്ലി പോയി ചോദിച്ചു, നീ അങ്കിതയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്കിത പറഞ്ഞു, അതെ ഞാൻ അങ്കിതയാണ്, എന്താ നീ ഇവിടെ ഇരുന്ന് കരയണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതേ സ്റ്റോറി പിന്നെയും പറഞ്ഞു. 4 ദിവസം മുന്നേ എൻ്റെ ബോയ് ഫ്രണ്ട് മരിച്ചു എന്നൊക്കെയുള്ള അതേ സ്റ്റോറി ദേവിൻ്റെ ഫ്രണ്ടിനോട് പിന്നെയും പറഞ്ഞു. അപ്പോൾ അവൻ്റെ പേരെന്താ ചോദിച്ചപ്പോൾ ദേവ് എന്നാണ് പറയണത്. അപ്പോൾ ദാറ്റ് മീൻസ് 4 ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ ആ അങ്കിത എന്ന് പറഞ്ഞ സോള് ആരെങ്കിലും ഒരാളെ തട്ടും, ഇങ്ങനെയുള്ള കഥ പറഞ്ഞിട്ട് അവരുടെ ഇതിൽ പെടുത്തും. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ 4 ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ അയാളെ കൊല്ലും. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റോറി ഞാൻ കേട്ടു. പിന്നെ ഇത് തുടർച്ചയായിട്ട് ഇത് കേൾക്കണത് വീക്കിലി നടക്കണ കാര്യമാണെന്നാണ് കേട്ടത്. ഞങ്ങളൊക്കെ രാത്രിയൊക്കെ ട്രാവൽ ചെയ്യണവരാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഹൊറർ സ്റ്റോറിയൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഉള്ള ഹൊറർ സ്റ്റോറി ഞങ്ങൾ എല്ലാ ദിവസവും ട്രാവൽ ചെയ്യുന്ന റൂട്ടിൽ ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടെന്നുള്ള അറിഞ്ഞപ്പോൾ അത് ഷോക്കായി പോയി. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല കേട്ടോ, ഞങ്ങൾ ഇതുവരെ അങ്ങനെയൊന്നും ഫേസ് ചെയ്തിട്ടില്ല, ദൈവം സഹായിച്ചിട്ട്. ഇനി ഫേസ് ചെയ്യാതെ ഇരിക്കട്ടെ, എനിക്ക് അങ്ങനെയുള്ള ഒരു അഡ്വെഞ്ചറസ് ഇതിലേക്കും പോകണ്ട. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ എന്തെങ്കിലും ഹൊറർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കഥ എങ്ങനെ അറിയുമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കും. ഓക്കെ, ഞാനത് ഗൂഗിളിൽ പോയിട്ട് എനിക്കിങ്ങനെ റീഡ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്, അറിയാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ എക്സ്പീരിയൻസ് ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റിൽ പറഞ്ഞ പോലെ അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്യുക, കുറച്ച് വീഡിയോസ് കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.